മരുമകന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. മലപ്പുറം താനൂർ മൂലക്കൽ പണ്ടാരവളപ്പ് മുത്തപ്പറമ്പിൽ ജയയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ താനാളൂർ കേപ്പുറം പൊന്നാട്ടിൽ പ്രദീപ് ഇപ്പോൾ റിമാൻഡിലാണ്. അക്രമത്തിൽ ഭാര്യ രേഷ്മയ്ക്കും ഭാര്യ പിതാവ് വേണുവിനും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് പ്രദീപ് മൂലക്കൽ ചേന്നംകുളങ്ങര റോഡിൽ വെച്ച് ഭാര്യ രേഷ്മയെയും ഭാര്യ പിതാവ് വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പുവടിയുമായി ആക്രമിക്കുന്നത്. ശേഷം തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ഭാര്യ മാതാവായ ജയയെ ആക്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് അബോധാവസ്ഥയിൽ രക്തമൊലിപ്പിച്ച നിലയിൽ ജയയെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ജയ മരണത്തിന് കീഴടങ്ങിയത്. ഗുരുതരമായി പരിക്കേറ്റ രേഷ്മ കോട്ടയ്ക്കലിലും വേണു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സയിലാണ്. അക്രമത്തിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രദീപ് നിലവിൽ റിമാൻഡിലാണ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റവും താനൂർ പോലീസ് ചുമത്തി. വേർപിരിഞ്ഞു കഴിയുന്ന രേഷ്മ കൂടെ വരാൻ തയ്യാറാകാത്തതും കുഞ്ഞിനെ വിട്ടുതരാത്തതുമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പ്രതി നൽകിയ മൊഴി. മലബാർ ടൈംസ്, താനൂർ.